ആ വണ്ടി വിതരണം ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നിർത്താൻ നടത്തി. ഇപ്പം ഞങ്ങൾ വിതരണം ചെയ്ത് 5620 വണ്ടിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ആ ആളുകളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. 5620 വണ്ടി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഒരു 5% വണ്ടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ചില ആളുകൾ ഇന്നലെ ഞങ്ങളുടെ ഓഫീസിൽ പോയി സർവേ സ്വഭാവമായിട്ട് പത്രപ്പെടുത്തുന്ന ഭാഗമാണ്, തെറ്റൊന്നുമില്ല. ഞങ്ങൾ പൈസ റീഫണ്ട് ചെയ്യുന്ന ഇന്നലെയും മിനിങ്ങാനും തുടങ്ങിയതല്ല. ആദ്യം ഹോണ്ട വണ്ടി ബുക്ക് ചെയ്തവരുണ്ടായി, അതിന് കാലതാമസം നേരിട്ടവരുണ്ടായി. അപ്പോൾ ചിലർ ഞങ്ങളോട് പറഞ്ഞു വണ്ടി ഈ പൈസ റീഫണ്ട് ചെയ്താൽ നന്നായി. ഞങ്ങൾ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ ഞങ്ങളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം, വീട്ടിലെ പ്രശ്നങ്ങൾ പറയും, അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകളോട് ഞങ്ങൾ ഈ ജൂപ്പിറ്റർ മറ്റേലേക്ക് മാറാം, അവർക്ക് താല്പര്യക്കുറവ്, അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ റീഫണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ റീഫണ്ട് പ്രോസസ്സാണ് ഇന്നലെയും മിനിങ്ങാന്നും നാലാന്നോളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കോർഡിനേറ്റർമാർ വഴിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കോർഡിനേറ്റർമാരോടും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സൈനിന്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ച് വലിയ മാധ്യമങ്ങളിലെ വാർത്തകളും സംവിധാനങ്ങളും കൊടുക്കുമ്പോൾ ആളുകൾ പാനിക്കാവും. അപ്പോൾ ഞങ്ങളവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായി, ആ ആളുകളുടെ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുക, ഡോക്യുമെന്റ്സ് എടുക്കുക. കാരണം ഒരു ബാങ്കിൽ നിന്ന് 200 ചെക്ക് കിട്ടുള്ളൂ ഒരു മാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ബാങ്കിൽ നിന്ന് 200 ചെക്ക് പരമാവധി കിട്ടുള്ളൂ. അതിപ്പോൾ പഴയ പോലെ ബുക്കായിട്ട് കിട്ടില്ല, ഓൺലൈനിൽ കിട്ടണേ, ബുക്ക് ചെയ്തതിന് ശേഷം കിട്ടുക. അപ്പോൾ ഞങ്ങളുടെ സംവിധാനത്തിൻ്റെ ഭാഗമായി ഞങ്ങളിത് ഓൺലൈൻ ട്രാൻസ്ഫറിൽ പൈസ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ഇനി കൊടുക്കാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരയാക്കപ്പെട്ടത്, ഞങ്ങളുടെ ഫണ്ടിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇരയാക്കപ്പെട്ടത്, അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ അഭിഭാഷകരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പം ഞങ്ങൾ അർജന്റായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സൈൻ. ഇപ്പോൾ ഈ വാർത്തകൾ വരുമ്പോൾ പല ആളുകളും ഇപ്പോൾ എന്താണ് മറ്റേ സീഡ് സൊസൈറ്റി, ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള സ്ഥാപനമല്ല. ഇപ്പം കേസ് നടന്നിട്ടുള്ള സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ കോൺഫെഡറേഷൻ അംഗമല്ല, വെറും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈൻ SIGN എന്ന് പറയുന്ന സൈൻ എന്ന സ്ഥാപനവുമായി ബുക്ക് ചെയ്ത ആളുകളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ പണം നേരത്തെ വിതരണം കൊടുത്ത് ഇരയാക്കപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ പല ആളുകളും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതേപോലെ ഞങ്ങൾ അവിടേക്ക് കടക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇതും അങ്ങനെയാണുള്ളത്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിലിറങ്ങിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, പ്രവർത്തകന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാം പൊതുസേവനത്തിൻ്റെ ഭാഗമായി ഇതിൽപ്പെട്ടതാണ്. ഞാനും അതിൽപ്പെട്ടതാണ്. അങ്ങനെ വിചാരിച്ചുള്ളൂ. ഞാനതിൽ നിന്ന് കൈ കഴുകി ഓടാൻ തയ്യാറല്ല. വാങ്ങിയ ആളുകൾക്ക് വാഹനം വേണ്ടവർക്ക് വാഹനമാണെങ്കിലും, സാവകാശം ഉണ്ടെങ്കിൽ അതാണെങ്കിലും, പൈസയാണെങ്കിലും പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന സംവിധാനം ഇന്നും ഞങ്ങൾ തുടരുകയാണ്. ഞങ്ങളുടെ സൊസൈറ്റി നല്ല കേപ്പബിളായിട്ടുള്ള സൊസൈറ്റിയാണ്. 10-12 വർഷത്തെ പാരമ്പര്യമുള്ള സൊസൈറ്റിയാണ്. ആ രീതിയിലാണ് അതിന് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ സത്യസന്ധമായ സമീപനവും നിലപാടുകളും പ്രത്യേകം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പത്രസമ്മേളനം നടത്താനുള്ള കാരണം അറിഞ്ഞറിയാതെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമ്മുടെ പേര് വരുമ്പോൾ ഈ ഫ്ലൈറ്റിൽ പോയി പെട്ടെന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ ഞെട്ടു, ഇതെന്താണ് സംഭവം, ഇയാളുടെ ചില ചാനലുകാരുടെ രസത്തിന് കൊടുക്കുക നിത്യസന്ദർശകനായിരുന്നു. എനിക്ക് പരിപാടിയില്ല, ഞാൻ പാർട്ടിയുടെ സംസ്ഥാന നേതാവല്ലേ. എൻ്റെ വീട്ടിൽ പോലും ഞാൻ മാസത്തിൽ 10 ദിവസം ഉണ്ടാവാറില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പണം അവിടെയുണ്ട്, നമ്മുടെ വാഹനം ആവശ്യമുണ്ട്, അതിലൊക്കെ നമ്മൾ ഇടപെട്ടത്. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒരു സെക്കൻഡ് മാഡം, ഓരോരുത്തരായിട്ട് ഞാനിതെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് സമാധാനമായിട്ട് ചോദിക്കുക, എന്തിനും മറുപടി അറിയാം, ചോദിച്ചോളൂ. ഈ കേസെടുത്തതിന് ശേഷമാണോ? അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് മുമ്പ്. അതിന് അക്കൗണ്ട് നേരത്തെ തന്നെ ഫ്രീസ് ചെയ്തത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. ഇല്ലില്ല, 3-4 മാസമായി. ഇല്ലെന്ന മൂവാറ്റുപുഴ നമ്മളുടെ അറിവ് പറയണം, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞ
നമ്മളോട് പറഞ്ഞ അറിവിലല്ല, മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തയാണ്. അതിനകത്ത് അവരുടെ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് 3-5 മാസമായി. അതിനുശേഷമാണ് ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് നമ്മുടെ ആളുകൾക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അത്